നമ്മുടെ ഭൂമിയിൽ മാത്രമാണോ ജീവനുള്ളത്? അങ്ങനെയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഭൂമി പോലെ തന്നെ ഒരുപാട് ഗ്രഹങ്ങൾ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരു ഗ്രഹമാണ് കെപ്ലർ 452b. 2015 കെപ്ലർ ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് തന്നെ. ഈ ഗ്രഹത്തിന് നമ്മുടെ ഭൂമിയായിട്ട് ഒരുപാട് സാമ്യതയുണ്ട്. കാരണം അത് അതിൻ്റെ ഹാബിറ്റബിൾ സോണാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 1400 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയേക്കാളും 1.6 മടങ്ങാണ് ഇതിൻ്റെ വലുപ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ സമയം, നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നൊരു സമയം 365 ദിവസം കൊണ്ടാണല്ലോ. ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തെ ചുറ്റുന്നത് ഏകദേശം 385 ദിവസം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയുമായിട്ട് ഒരുപാട് സാമ്യതയുണ്ട് ഇതിൻ്റെ വലിപ്പത്തിലായാലും അതുപോലെ തന്നെ ഇതിൻ്റെ റൊട്ടേഷൻ സമയത്തിലായാലും. അതുകൊണ്ട് തന്നെ ഇതിനെ ഭൂമിയുടെ കസിൻ അല്ലെങ്കിൽ ഭൂമിയുടെ സഹോദരി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഇതൊരു റോക്കി പ്ലാനറ്റ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ദ്രാവക രൂപത്തിൽ വെള്ളം ഉള്ളതുകൊണ്ട് അവിടെ ജീവൻ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം 1400 പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മില്യൺസ് ഇയേഴ്സ് ആവും. അപ്പം നമുക്കവിടെ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പേടകം നമ്മൾ ഉണ്ടാക്കി നമ്മൾ അതിൽ പോവുകയാണെങ്കിൽ പോലും 1400 വർഷം പിടിക്കും അവിടെ എത്തണമെങ്കിൽ. എന്തായാലും വരും കാലങ്ങളിൽ ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.